ഹലോ ഫ്രണ്ട്സ്, JR കരിയർ ഡെവലപ്പേഴ്സിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മളിന്ന് UGC നെറ്റ് പേപ്പർ 1 ഇംഗ്ലീഷ് സബ്ജക്റ്റിൻ്റെ സിലബസാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഏതൊരു എക്സാമിനും സിലബസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് സിലബസ് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കുക. സിലബസ് നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് അനലൈസ് ചെയ്യുക. പേപ്പർ 1 സിലബസിൽ 10 യൂണിറ്റാണ് ഉള്ളത്. UGC നെറ്റ് എക്സാമിൻ്റെ എല്ലാ സബ്ജക്റ്റിനും പേപ്പർ 1 കോമൺ ആണ്. പേപ്പർ 1നെ നമുക്ക് 2 സെക്ഷനായിട്ട് തിരിക്കാം. തിയറിറ്റിക്കൽ സെക്ഷനും പ്രാക്ടിക്കൽ സെക്ഷനും. തിയറിറ്റിക്കൽ സെക്ഷനിൽ വരുന്നതാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, ഇൻഫർമേഷൻ ടെക്നോളജി, പീപ്പിൾ ആൻഡ് എൻവയോൺമെൻറ്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. 30 ക്വസ്റ്റ്യൻസാണ് തിയറിറ്റിക്കൽ സെക്ഷനിൽ നിന്ന് വരുന്നത്. പ്രാക്ടിക്കൽ സെക്ഷനിൽ വരുന്നതാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, മാത്തമെറ്റിക്കൽ റീസണിംഗ്, ലോജിക്കൽ റീസണിംഗ്, ഡാറ്റ ഇൻ്റർപ്രിട്ടേഷൻ എന്നിവ. 20 ക്വസ്റ്റ്യൻസാണ് പ്രാക്ടിക്കൽ സെക്ഷനിൽ നിന്ന് വരുന്നത്. ടോട്ടൽ 10 യൂണിറ്റാണ്. നമുക്കിനി ഓരോ യൂണിറ്റായി നോക്കാം. യൂണിറ്റ് 1 ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ മൊത്തം 6 സെക്ഷനാണുള്ളത്. ടീച്ചേഴ്സിന് വേണ്ട ക്വാളിറ്റികളെക്കുറിച്ചും കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കുന്നതിനെക്കുറിച്ചുമാണ് ഈ യൂണിറ്റിൽ പറയുന്നത്. ഇതിൽ ആദ്യത്തെ സെക്ഷൻ എന്താണ് ടീച്ചിങ്, ടീച്ചിങ്ങിൻ്റെ ലക്ഷ്യം എന്താണ്, ഒരു ടീച്ചർ ആകാനുള്ള ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സെക്ഷൻ ലേണേഴ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിന് കുട്ടികളുടെ സ്വഭാവത്തെക്കുറിച്ചും രീതികളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓരോ കുട്ടികളും വ്യത്യസ്തരാണ്, അതാണ് ഇൻഡിവിജ്വൽ ഡിഫറൻസസ്. ഇതിൽ മൂന്നാമത്തെ ചാപ്റ്ററാണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ടീച്ചിങ്. എന്തൊക്കെ ഫെസിലിറ്റീസ് യൂസ് ചെയ്താണ് പഠിപ്പിക്കുന്നത്, അതായത് പ്രൊജക്ടർ, ബ്ലാക്ക് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. നാലാമത്തെ സെക്ഷൻ മെത്തേഡ്സ് ഓഫ് ടീച്ചിങ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓഫ് ഹയർ ലേണിംഗ്. എന്തൊക്കെ മെത്തേഡ്സിൽ നമുക്ക് ടീച്ചിങ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ യൂണിറ്റിലുള്ളത്. അതായത് ഓഫ്ലൈൻ, ഓൺലൈൻ, ടീച്ചർ സെൻറ്റേർഡ്, ലേണർ സെൻറ്റേർഡ്. ചാപ്റ്റർ 5 ടീച്ചിങ് സപ്പോർട്ട് സിസ്റ്റം. ടീച്ചിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ട്രഡീഷണലായിട്ട്, മോഡേൺ ആയിട്ടുള്ളതാണ് ICT എന്ന് പറയുന്നത് ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ടെക്നോളജി. ചാപ്റ്റർ 6ൽ വരുന്നത് ഇവാലുവേഷൻ സിസ്റ്റം. ഡിഫറെൻറ്റ് ഇവാലുവേഷൻ എന്തൊക്കെയാണ്, ചോയ്സ് ബേസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. രണ്ടാമത്തെ യൂണിറ്റാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്. JRF എന്ന് പറയുന്നത് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പാണ്. PhD എന്ന് പറയുമ്പോൾ തന്നെ അത് റിസർച്ചാണ്. അതിനാൽ റിസർച്ചിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിൽ 6 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. ചാപ്റ്റർ 1ൽ എന്താണ് റിസർച്ച്, അതിൻ്റെ മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പോസിറ്റിവിസം ആൻഡ് പോസ്റ്റ് പോസിറ്റിവിസ്റ്റിക് അപ്രോച്ച് ടു റിസർച്ച് എന്നീ കാര്യങ്ങളാണുള്ളത്. ചാപ്റ്റർ 2ൽ മെത്തേഡ്സ് ഓഫ് റിസർച്ചിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. അടുത്തത് സ്റ്റെപ്സ് ഓഫ് റിസർച്ച്. നാലാമത്തെ ചാപ്റ്റർ തീസിസ് ആൻഡ് ആർട്ടിക്കിൾ റൈറ്റിംഗ്. അതിനകത്ത് എങ്ങനെയാണ് റിസർച്ച് റിപ്പോർട്ട് ഫോർമാറ്റ് എഴുതേണ്ടത്, എന്തൊക്കെയാണ് ഫോർമാറ്റ്, എന്തൊക്കെയാണ് സ്റ്റൈൽസ് ഓഫ് റെഫറൻസിങ് എന്നിവയെക്കുറിച്ച് പറയുന്നു. അഞ്ചാമത്തെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ICT ഇൻ റിസർച്ച്. എങ്ങനെ ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി റിസർച്ചിനെ സഹായിക്കുന്നു, ഇൻ്റർനെറ്റിൽ നിന്ന് എന്തൊക്കെ ടൂൾസ് ലഭിക്കും പഠിക്കാൻ, എക്സാമ്പിൾ ഗൂഗിൾ, യാഹൂ, ഓൺലൈൻ ഡാറ്റ കളക്ഷൻ, മോഡേൺ റിസർച്ച് ടൂൾസ് അങ്ങനെയുള്ളവ. ചാപ്റ്റർ 6 റിസർച്ച് എത്തിക്സ്. ഇതിൽ നമ്മുടെ റിസർച്ചിന് നമ്മുടേതായ പഠനങ്ങൾ ആയിരിക്കണം, ആരെയും ഫോളോ ചെയ്യാതിരിക്കുക. മൂന്നാമത്തെ യൂണിറ്റാണ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. ഇതിലൊരു പാസേജ് തരും, അത് വായിച്ച് മനസ്സിലാക്കുക. 5 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 5നും ആൻസർ ചെയ്യുക. യൂണിറ്റ് 4 കമ്മ്യൂണിക്കേഷൻ. ഇതിൽ 4 ചാപ്റ്റേഴ്സാണുള്ളത്. ആദ്യത്തേത് കമ്മ്യൂണിക്കേഷൻ. ടീച്ചർ സ്റ്റുഡൻറ്റ് കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ്റെ മീനിങ്, ടൈപ്സ്, ക്യാരക്ടറിസ്റ്റിക്സ് എന്നിവ ഇതിൽ പഠിക്കണം.
രണ്ടാമത്തെ യൂണിറ്റാണ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. അതിനകത്ത് വരുന്നത് വെർബൽ, നോൺ വെർബൽ എന്നീ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ്. ടീച്ചർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റുഡൻസിന് മനസ്സിലാകുന്നുണ്ടോ, എങ്ങനെ ക്ലാസ് റൂം കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം എന്നിവയാണ് ഇതിൽ പറയുന്നത്. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന മൂന്നാമത്തെ ചാപ്റ്ററാണ് ബാരിയേഴ്സ് ടു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ ഉള്ള ബാരിയേഴ്സ് എങ്ങനെ നീക്കാം എന്നിവയാണ് ഇതിൽ പഠിക്കേണ്ടത്. നാലാമത്തെ ചാപ്റ്റർ മാസ് മീഡിയ ആൻഡ് സൊസൈറ്റി. മീഡിയ റിലേറ്റഡ് ടു കമ്മ്യൂണിക്കേഷനാണ് ഇതിൽ വരുന്നത്. അഞ്ചാമത്തെ യൂണിറ്റ് മാത്തമെറ്റിക്കൽ റീസണിംഗ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ്. അതിനകത്ത് വരുന്നതാണ് ടൈപ്സ് ഓഫ് റീസണിംഗ്, മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡ്. അതിൽ ടൈപ്സ് ഓഫ് റീസണിങ്ങിനകത്ത് നമ്പർ സീരീസ്, ലെറ്റർ സീരീസ്, കോഡ്സ് ആൻഡ് റിലേഷൻഷിപ്പ് എന്നിവയെക്കുറിച്ച് പഠിക്കണം. മാത്തമെറ്റിക്കൽ ആപ്റ്റിറ്റ്യൂഡിനകത്ത് ഫ്രാക്ഷൻ, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, റേഷ്യോ, പ്രൊപ്പോർഷൻ ആൻഡ് പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഇൻട്രസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ടിങ്, ആവറേജസ് എന്നിവയെക്കുറിച്ച് പഠിക്കുന്നു. ആറാമത്തെ യൂണിറ്റാണ് ലോജിക്കൽ റീസണിങ്. അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്സ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഇവാലുവേറ്റിംഗ് ആൻഡ് ഡിസ്റ്റിങ്വിഷിംഗ് ഡിഡക്റ്റീവ് ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ്, അനലോഗീസ്, വെൻ ഡയഗ്രാം, ഇന്ത്യൻ ലോജിക്, പ്രമാണാസ്, സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന. ഇതിനകത്ത് ഇന്ത്യൻ ലോജിക്, പ്രമാണ, സ്ട്രക്ചർ ആൻഡ് കൈൻഡ്സ് ഓഫ് അനുമാന ന്യൂ ടോപ്പിക്സ് ആണ്. ഇതിൽ എങ്ങനെ നോളജ് അറിയാം, നോളജ് എങ്ങനെ അക്വയർ ചെയ്യാം എന്നിവയെക്കുറിച്ചൊക്കെ പറയുന്നു. എട്ടാമത്തെ യൂണിറ്റാണ് ഡേറ്റ ഇൻ്റർപ്രിട്ടേഷൻ. ഇതിൽ ഡേറ്റ തന്നിട്ട് ഈ ഡേറ്റ ബാർ ചാർട്ടിൽ നിന്നായിരിക്കാം, പൈ ചാർട്ടിൽ നിന്നായിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് തന്നിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ ചോദിക്കും. യൂണിറ്റ് 8 ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി. കമ്പ്യൂട്ടർ ബേസിക് ആയിട്ടുള്ള സബ്ജക്ട്സ് ഇതിനകത്ത് വരുന്നു. ICTയുടെ അബ്രിവേഷൻ, ദെൻ ബേസിക്സ് ഓഫ് ഇൻ്റർനെറ്റ്, ഇൻട്രാനെറ്റ്, ഇമെയിൽ, ഓഡിയോ ആൻഡ് വീഡിയോ കോൺഫറൻസിങ് എന്നിവയെക്കുറിച്ചൊക്കെ ഇതിനകത്ത് പഠിക്കുന്നു. ഡിജിറ്റൽ ഇനിഷ്യേറ്റീവ് ഇൻ ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് സ്വയം പ്രഭ എക്സെട്ര ഇങ്ങനെയുള്ളവ. നാലാമത്തെ ചാപ്റ്ററിൽ വരുന്നത് ICT ആൻഡ് ഗവേണൻസ്. ഗവൺമെൻറ്റിൻ്റെ സേവനങ്ങൾ ഇൻ്റർനെറ്റിലൂടെ ലഭ്യമാക്കുക, ഉദാഹരണം അക്ഷയ കേന്ദ്രം എന്നിവ. 9ാമത്തെ യൂണിറ്റാണ് പീപ്പിൾ, ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. വളരെ വാസ്റ്റും ഇൻട്രസ്റ്റുമായ ടോപ്പിക്കാണ് ഇത്. ഇതിൽ വരുന്ന ഫസ്റ്റ് ചാപ്റ്ററാണ് ഡെവലപ്മെൻറ്റ് ആൻഡ് എൻവയോൺമെൻറ്റ്. അതിൽ വരുന്നത് മില്ലേനിയം ഡെവലപ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. ലോകത്ത് അംഗീകരിക്കപ്പെട്ട 2015 കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള കുറേ ഗോൾസ് ഉണ്ട്. അത് മില്ലേനിയം ഡെവലപ്മെൻറ്റിൽ വരും. അതിൽ കുറേ 2030 കംപ്ലീറ്റ് ചെയ്യേണ്ട ഗോൾസിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് പറയുന്നത്. ഇതിൽ 2ാമത്തെ ചാപ്റ്ററാണ് ഹ്യൂമൻ ആൻഡ് എൻവയോൺമെൻറ്റ് ഇൻട്രാക്ഷൻ. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഇൻട്രാക്ഷൻ, അതുണ്ടാക്കുന്ന ഇമ്പാക്ട്സ്, അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്നിവയെക്കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. 3ാമത്തെ ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ്. ഇതിൽ പൊല്യൂഷൻസിനെ കുറിച്ച് പറയുന്നു. അതായത് എയർ പൊല്യൂഷൻ, വാട്ടർ പൊല്യൂഷൻ, സോയിൽ പൊല്യൂഷൻ, നോയിസ് പൊല്യൂഷൻ അങ്ങനെയുള്ളവ. 4ാമത്തെ ചാപ്റ്ററാണ് ഇമ്പാക്ട്സ് ഓഫ് പൊല്യൂട്ടൻസ് ഓൺ ഹ്യൂമൻ ഹെൽത്ത്. പൊല്യൂട്ടൻസ് എങ്ങനെയാണ് മനുഷ്യനെ ബാധിക്കുന്നു എന്നത് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നു. അടുത്ത ചാപ്റ്ററാണ് നേച്ചുറൽ ആൻഡ് എനർജി റിസോഴ്സസ്. അതായത് സോളാർ, വിൻഡ്, സോയിൽ, ഹൈഡ്രോ, ജിയോ തെർമൽ, ബയോമാസ്, ന്യൂക്ലിയർ ആൻഡ് ഫോറസ്റ്റ് എന്നീ സോഴ്സുകളെക്കുറിച്ച് പഠിക്കുന്നു. അടുത്ത ചാപ്റ്ററാണ് നേച്ചുറൽ ഹസാർഡ്സ് ആൻഡ് ഡിസാസ്റ്റേഴ്സ്. ഈ ചാപ്റ്ററിൽ പ്രകൃതിക്ഷോഭങ്ങളെക്കുറിച്ചും ഈ എഫക്റ്റ് എങ്ങനെ കുറയ്ക്കാം എന്നിവയെക്കുറിച്ചും പഠിക്കുന്നു. അവസാനത്തെ ചാപ്റ്ററാണ് എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇതിലുള്ളത്. ലാസ്റ്റും 10ാമത്തെ യൂണിറ്റുമാണ് ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം. ഇതിൽ ആദ്യത്തെ ചാപ്റ്ററാണ് ഉന്നത വിദ്യാഭ്യാസ സിസ്റ്റം. പ്രാചീന ഇന്ത്യയിലുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഇതിൽ പറയുന്നത്. അതായത് നളന്ദ, തക്ഷശില യൂണിവേഴ്സിറ്റി, മിഥില യൂണിവേഴ്സിറ്റി അങ്ങനെ.
ഇതിൽ വരുന്ന രണ്ടാമത്തെ ചാപ്റ്ററാണ് ഇവാലുവേഷൻ ഓഫ് ഹയർ ലേണിംഗ്. വിദ്യാഭ്യാസ യൂണിറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് പ്രാചീന ഇന്ത്യയിൽ നിന്നും ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെയുണ്ടായി എന്നതാണ് ഇതിൽ പറയുന്നത്. മൂന്നാമത്തെ ചാപ്റ്ററാണ് ഓറിയൻ്റൽ, കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ ലേണിംഗ് പ്രോഗ്രാംസ് ഇൻ ഇന്ത്യ. സാധാരണ രീതിയിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള പഠനം, ഉദാഹരണത്തിന് ഈവനിംഗ് ക്ലാസ്, സാക്ഷരതാ പഠനങ്ങൾ, അങ്ങനെയുള്ളവ. നാലാമത്തെ ടോപ്പിക്കാണ് പ്രൊഫഷണൽ, ടെക്നിക്കൽ ആൻഡ് സ്കിൽ ബേസ്ഡ് എഡ്യൂക്കേഷൻ. അഞ്ചാമത്തത് വാല്യൂ എഡ്യൂക്കേഷൻ ആൻഡ് എൻവയോൺമെൻറ്റൽ എഡ്യൂക്കേഷൻ, പ്രകൃതിയും ധാർമ്മികതയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിദ്യാഭ്യാസം. ആറാമത്തെ ടോപ്പിക്കാണ് പോളിസീസ്, ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ. പൊളിറ്റിക്സിനെ കുറിച്ചുള്ള പഠനങ്ങളാണ് ഇതിൽ, അതായത് ലോക്സഭ, രാജ്യസഭ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അങ്ങനെയുള്ളവ. ഇതൊക്കെയാണ് പേപ്പർ 1-ൽ വരുന്ന സിലബസ്. അടുത്ത വീഡിയോയിൽ പേപ്പർ 1-ൻ്റെ ഓരോ സബ്ജക്റ്റും ഡീറ്റെയിൽസാണ് നമുക്ക് പഠിക്കാം. വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നന്ദി.